ഹലോ! എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണു. എം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടം. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടം? കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമായിട്ട് നമ്മുടെ കുഞ്ഞു പച്ചക്കറിത്തോട്ടം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടി വന്നേക്കുവാണേ. നമുക്ക് കുറച്ച് കയ്പയും കുറച്ച് ചൊരക്കയുടെ ചെടിയും അങ്ങനെ കുറച്ച് വഴുതനയും കുറച്ച് തക്കാളിയും കുറച്ച് മുളകൊക്കെ ആയിട്ട് കുഞ്ഞൊരു പച്ചക്കറി തോട്ടാണേ. അതിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുവാണേ. ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. അതുകൊണ്ട് നമ്മൾ ചെടിക്കൊക്കെ പെട്ടെന്ന് വെള്ളം നനച്ചിട്ട് പോവുകയാണ്. നമ്മൾ വളങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ ഈ ചെടികൾക്കൊന്നും. വളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും. വളത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളം കിട്ടിയാൽ ഉടനെ നമ്മൾ വളം ചെയ്യുന്നതാണ്. ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ മണ്ണാണേ. നമ്മൾ കരിയിലയും മണ്ണൊക്കെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ മുളക് ചെടിയിലൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയേ. അപ്പോൾ പൂവും കായൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ കോളിഫ്ലവറിന്റെ ചെടിയാണേ. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല ഉഷാറായിട്ടില്ലേ? പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനെനിക്കൊരു കുഞ്ഞു ഫാം തുടങ്ങിയാൽ അപ്പോൾ ആ ഫാം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് കഴിഞ്ഞ വർഷത്തെ വഴുതനയാണ് കേട്ടോ. പുഴുവൊക്കെ കയറിയത് അതൊക്കെ വെട്ടി ഒരുക്കി ഇതിലാക്കി. ഇത് നമ്മുടെ വെള്ളരി ചെടിയാണേ. വെള്ളരി ചെടിയൊക്കെ വളമിടാത്തത് കൊണ്ടുള്ള ഉഷാറ് കുറവാണേ. വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി എടുക്കും. അപ്പോൾ 2-3 ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് കഴിയാറായി കേട്ടോ. ഇത് നമ്മുടെ വഴുതന ചെടിയാണ് കേട്ടോ. പുതിയ ചെടി വെച്ചതാണ്. നമ്മൾ 2-3 ദിവസം മുമ്പ് മുളപ്പിക്കാൻ വേണ്ടി വെച്ച പയറിൻ്റെ ചെടിയാണേ. അപ്പോൾ എല്ലാം മുളച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് പയറുകളൊക്കെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ കക്കിരിയും ബീട്രൂട്ടും മാത്രം മുളച്ചിട്ടില്ല. മുളക്കുമായിരിക്കും. ബീട്രൂട്ട് കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. അത് കഴിഞ്ഞ വർഷത്തെ വിത്തായതുകൊണ്ട്. കക്കിരി മുളക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.